പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ ഒരു യാത്ര മൊഴിയോടെ. ഇന്നേ വരെ കെട്ടുകേൾവിയില്ലാത്ത നാണം കെട്ട ഭരണമാണ് ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എല്ലാവിധ ആഭാസത്തരങ്ങളുടെയും കേന്ദ്രമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കാതെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിക്കുന്ന ഹലോ തന്നെ മക്കളെ എണീറ്റോ മര്യാദകളെ പോരി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സോളാർ നായിക നീണ്ട റിമാൻഡിന് ശേഷം ജയിൽ മോചിതയാവുകയാണ്. മാഡം, എന്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ളത്? എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാരെല്ലാവരും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനാണ് എന്നെ ഏറ്റവും ുള്ളത്. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും എന്നെ എന്റെ സരിതേ നിൻമൊഴിയാൽ എന്നുടെ ജന്മം പോക്കരുതേ. കരളേ ഞാൻ പണ്ട് വിളിച്ചത് വെളിയിൽ പറയരുതേ. ചങ്കിടിപ്പിനാൽ ചത്തുപോകും ഈ പാവമെന്നുടെ ജീവിതം. ചാനൽക്കാരുടെ ചോദ്യം ചെയ്യലിൽ വെന്തുപോകുമെൻ കരിയറും. ഒരു പെൺമൊഴിയിൽ മുഴുവനെയുരുകും ഫ്യൂച്ചറു തകരുമ തരുതരുതേ എൻ സരിതേ എന്റെ സരിതേ. ഓഫീസിലെ കൊല, ചാക്കിൽ കെട്ടിയ ഗുലാബം, കൂരാടൻ നജീബിന്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്. ഉഴയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ. അന്യന്റെ ചോരച്ചാലിൽ ചോന്ന ചെങ്കൊടികളെ അന്യന്റെ ജീവൻ ചുറ്റിയെടുത്ത രാഷ്ട്രീയമേ, നിന്റെ നീരാളിക്കൈകൾ കൊന്നതീ രാജ്യത്തിന്റെ നിർമ്മല സ്നേഹത്തിനാൽ പടുത്ത സൗഹാർദ്ദത്തെ. ഏതു മാതാവിൻ നിലവിളിയും നിനക്കിഷ്ടം, ഏതു പെൺവിലാപവും നിനക്ക് സ്തുതിഗീതം. ഏതനാഥത്വം പോലും നിനക്ക് കളിസ്ഥലം. നിന്റെ നെഞ്ചകങ്ങളിൽ മാംസമോ മുള്ളാണിയോ. പ്രിയമുള്ളവരെ, നമ്മുടെ ലേലം വിളി ആരംഭിക്കുകയാണ്. ലേലം വിളിയോ? എന്താ അത്? എടോ, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണ്ടേ? എങ്കിലല്ലേ ഈ നാട് വികസിക്കൂ. അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും വരുമ്പോഴേക്കും കുത്തക കുത്തക എന്ന് പറഞ്ഞ് വികസന വിരോധികളാവുകയല്ല വേണ്ടത്. അപ്പോ ലേലം വിളി തുടങ്ങുകയാണ്. നമ്മളിവിടെ ലേലം വിളിക്കാൻ പോകുന്നത് ദേശീയപാത, വിദ്യാഭ്യാസം, KSRTC, KSEB, ഇടവപ്പാതി, തലച്ചോറ്, ഇങ്ങനെ തുടങ്ങി നിരവധി സംഗതികളാണ് നമ്മളിവിടെ ലേലം വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ലേലം വിളിക്കുന്നത് ദേശീയപാത.
അപ്പോ ഈ ദേശീയപാത നമുക്ക് ഒരു എത്ര മുക്കാലിന് വിളിക്കാൻ പറ്റും? ഒരു 10,000. 10,000 കോടി ദേശീയപാത ഒരു വട്ടം, 10,000 കോടി ദേശീയപാത ഒന്നേക്കാൽ അരക്കാൽ വട്ടം, ഒരു 15,000 കോടി. 15,000 കോടി ദേശീയപാത ഒരു വട്ടം, ഒന്നേക്കാൽ അരക്കാൽ വട്ടം, 1.25 വട്ടം, 17,500 കോടി. 17,500 കോടി ദേശീയപാത ഒരു വട്ടം, ഒന്നേക്കാൽ അരക്കാൽ വട്ടം, 1.25 വട്ടം, 2 വട്ടം, 2.25 വട്ടം, 2.25 അരക്കാൽ വട്ടം, 3 വട്ടം. അപ്പൊ ദേശീയപാത മക്കളെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ കോള് ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടുത്തതായി വിളിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് ഒന്നുകൂടി ആങ്ങി ഓങ്ങി വിളിച്ചോണ്ടു. അപ്പൊ വിദ്യാഭ്യാസം നമ്മൾ വിളിക്കാൻ പോകേണ്ട. വിദ്യാഭ്യാസം നമ്മളിപ്പോ എത്രക്ക് വിളിക്കും? ഒരു 1000 കോടി. ഏതാടാ ഈ പുഴം? എടാ വിദ്യാഭ്യാസമാണത് ഈ വിളിക്കണത്. ഒരു സീറ്റിന് കിട്ടൂല ഈ പറഞ്ഞ സംഖ്യ. കുറച്ചുകൂടി ഒന്ന് കയറ്റി വിളിക്കൂ. എന്നാ ഒരു 5,000 കോടി. അതെ, അവൻ സംഗതി മനസ്സിലായി. അപ്പോൾ വിദ്യാഭ്യാസം ഒരു 5,000 കോടി ഒരു വട്ടം, 5,000 കോടി ഒരു വട്ടം, 1.25 വട്ടം, 1.25 അരക്കാൽ വട്ടം, ഒരു 7,000 കോടി. 7,000 കോടി വിദ്യാഭ്യാസം ഒരു വട്ടം, വിദ്യാഭ്യാസം 7,000 കോടി, 1.25 അരക്കാൽ വട്ടം, 1.25 വട്ടം, 9,000 കോടി. 9,000 കോടി വിദ്യാഭ്യാസം ഒരു വട്ടം, 1.25 വട്ടം, 1.25 അരക്കാൽ വട്ടം, 2 വട്ടം, 9,500, 2 വട്ടം, 3 വട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് മക്കളെ. അപ്പോ അടുത്തതായിട്ട് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇടവപ്പാതിയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഇടവപ്പാതിയാണ് നമ്മൾ അടുത്ത. ഈ മഴ ലേലം വിളിക്കേ? ഇതുവരെയുള്ള സംഗതികളൊന്നും ലേലം വിളിക്കിപ്പോ ഇല്ലാത്തൊരു അസുഖം എന്താണ് ഇപ്പോ? മഴ തന്നെ നമ്മൾ ലേലം വിളിക്കുന്നത്. ഇടവപ്പാതി മഴയല്ലേ? അപ്പൊ ഇടവപ്പാതി നമുക്കൊരു എത്രക്ക് വിളിക്കാൻ പറ്റും? ഒരു 45,000 കോടി. അല്ല, ഒരു മിനിറ്റ്. ഈ എടവപ്പാതിൽ ഈ കാട് പെടുവോ? എന്ത് ചോദ്യാണ് മാഷിയത്? എടവപ്പാതി മഴ പെയ്തിട്ടല്ലേ വിത്തുണ്ടാണത്? ഒരു വിത്ത് മുളച്ചിട്ടല്ലേ ചെടി ഉണ്ടാണത്? ഒരു ചെടി ഇങ്ങനെ വലുതായിട്ടല്ലേ ഒരു മരമാകണത്? അങ്ങനെ ഒരുപാട് മരങ്ങൾ കൂടുമ്പോഴല്ലേ ഈ പറഞ്ഞ കാടുണ്ടാണത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ എടവപ്പാതിയില് കാട് പെട്ടു. അപ്പൊ എടവപ്പാതി 45,000 ഒരു വട്ടം, ഒരു 60,000 കോടി. സംഗതി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ 60,000 കോടി എടവപ്പാതി ഒരു വട്ടം, എടവപ്പാതിയായി 60,000 കോടി, 1.25 അരക്കാൽ വട്ടം, 1.25 വട്ടം. അല്ല, ഈ നമ്മുടെ നാട്ടിലുള്ള ഈ തോടും പാടൊക്കെ അതിൽ പെടുവോ? അയ്യോ, എന്ത് ചോദ്യമാണ് മാഷെ ഈ ചോദിക്കണത്? എടവപ്പാതി മഴ പെയ്തിട്ടല്ലേ നിന്റെ നാട്ടിൽ ഈ തോടും പാടമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ അതതിൽ പെടൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. എങ്കിൽ അല്ലേ ഒരു 70,000 കോടി. 70,000 കോടി ഇടവപ്പാതി ഒരു വട്ടം, 70,000 കോടി ഇടവപ്പാതി 1.25 വട്ടം. അല്ല, ഇതില് ചേന, ചേമ്പുത്ത്, വായൊക്കെ പെടുവോ? അയ്യോ, എന്ത് ചോദ്യാണോ അത്? എടവപ്പാതി മഴ പെയ്തിട്ടല്ലേ നിന്റെ വീട്ടില് ചേന, ചേമ്പത്ത്, വാഴയൊക്കെ ഉണ്ടാണത്. അപ്പൊ പിന്നെ അതിൽ പെടൂല. നീ എന്നൊന്ന് പറഞ്ഞു നോക്ക്. പെട്ടു, എടവപ്പാതിയിൽ അത് പെട്ടു. അപ്പൊ എടവപ്പാതി ഇങ്ങനെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എടവപ്പാതി 1.25 അരക്കാൽ വട്ടം, 2 വട്ടം, 2.25 വട്ടം. അതെ, ഈ എടവപ്പാതിയില് ഈ കൂടി നിൽക്കുന്ന നാട്ടുകാരൊക്കെ പെടുവോ? അയ്യോ, എടാ ഇവൻ പറഞ്ഞതുപോലെ എടവപ്പാതി മഴ പെയ്തിട്ടുണ്ടാണ് വാഴയും ചേനയും ചേമ്പത്തും ഒക്കെ തിന്നിട്ടാണല്ലോ ഈ കണ്ട നാട്ടുകാർ മുഴുവൻ വളരുന്നത്. അപ്പൊ പിന്നെ അത് അതിൽ പെടൂലേ? നാട്ടുകാരതിൽ പെട്ടടോ. അല്ല, ഈ എടവപ്പാതിയിലേ എന്റെ ഭാര്യയും കുട്ടികളും പെടുവോ? എന്ത് ചോദ്യമാണ് ഇഷ്ടം ഈ ചോദിക്കുന്നത്? എടവപ്പാതി മഴ പെയ്തിട്ടുണ്ടാണ് വാഴയും ചേമ്പത്തും ചേനയൊക്കെ തന്നെയാണല്ലോ നിന്റെ ഭാര്യയും മക്കളും കഴിക്കുന്നത്. അപ്പൊ പിന്നെ അവരതിൽ പെടൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പെട്ടു, മക്കൾ അതിൽ പെട്ടു. അപ്പൊ എടവപ്പാതി ഇങ്ങനെ അവിടെ നിൽക്ക്. അപ്പൊ ഞാൻ പെടുവോ? എടോ, എന്ത് ചോദ്യമാണ്? ഈ കണ്ട നാട്ടുകാരും ഇവന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കഴിക്കണ വാഴയും ചേനയും ചേമ്പത്തും ഒക്കെ തന്നെയാണല്ലോ നീയും കഴിക്കുന്നത്. അപ്പൊ പിന്നെ നീ അതിൽ പെടൂല ഇഷ്ട? ഈ ലേലം വിളി ഇവിടെ നിർത്താ. ഈ ലേലം വിളി ഇങ്ങനെ മുറുകുമ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടും പോലെ തോന്നുക. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. തോന്നലൊന്നുമല്ല. ഈ ലേലം വിളി ഇങ്ങനെ മുറുകുമ്പോ നമ്മുടെ നാടും വീടും നമ്മുടെ കാലിനടിയിലും മണ്ണ് പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതില്ലേ? അതിനു വേണ്ടി വരുന്ന വികസനങ്ങൾക്ക് നിങ്ങൾ എതിര് നിൽക്കാൻ പാടില്ല. വികസനം വരുമ്പോ കുറച്ച് ത്യാഗം ചെയ്യണ്ടേ? ഇതൊക്കെ ഈ പറഞ്ഞ സംഗതികളൊക്കെ വിലക്ക് വാങ്ങിയ മഹാനിത കടന്നു വരുന്നു. ഒന്ന് അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയേ. ചീഞ്ഞു നാറുന്ന പുഴ. ചീഞ്ഞു നാറുന്ന പുഴ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ചെളി നിറഞ്ഞ പാടം. ചെളി നിറഞ്ഞ പാടം. ഇനി ഇവയൊന്നും നമുക്ക് വേണ്ടേ വേണ്ട. നമുക്ക് വേണ്ടേ വേണ്ട. നമുക്ക് വേണ്ടേ വേണ്ട.
ദേവി ആ ഞാൻ ഇറങ്ങാ. ഉച്ചക്കണ്ണിക്ക് എത്തുമല്ലോ അല്ലേ? ആ എത്താം. ദേവി അടുത്തേ ആരാത്? രമേശനോ? അല്ല രമേശ, 5 കൊല്ലായല്ലോ കണ്ടിട്ട്. ആ എലക്ഷനൊക്കെ ആയില്ലേ രമേശ? എന്താ ദേവി അടുത്തേ ഒരു ആക്കിയ പറച്ചില്ലേ? അല്ല എവിടെ നമ്മളെ വേലായുധേട്ടെ? വേലായുധേട്ടൻ പാടത്ത് പണിക്ക് പോയതാണ് രമേശ. ചേടാ ഇതപ്പം നന്നായത്, ഞങ്ങൾ നല്ലൊരു കോളായിട്ട് വന്നതല്ലേ. ഓ നിങ്ങളിപ്പോ നേതാക്കന്മാര് വിശക്കോളാണെങ്കിലും മധുരത്ത് പൊന്നല്ലേ തരാറ്? അങ്ങനെ പറയില്ലേ. വേലായുധേട്ടൻ വന്ന്. വേലായുധേട്ടാ എന്താ രമേശ ഈ വഴിക്കൊക്കെ? എന്താ വേലായുധേട്ടാ, വരാനുള്ളത് വൈക്കത്തങ്ങൂലല്ല, വന്നല്ലേ പറ്റൂ. അല്ല വേലായുധേട്ടാ, എന്താ ഇത് കോലോ? നമ്മള് പാടത്തും ചളിയിലൊക്കെ പണിയെടുക്കുന്ന ആളല്ലേ രമേശ, അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ കാണും. ശരിയാ, എന്നാലും നമുക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഓ എന്ത് മാറ്റം? ഇതൊക്കെ നടക്കുന്ന വല്ല സംഗതിയുമാണ് രമേശ. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല രമേശ. കൂടും വേലായുധേട്ടാ, കൂടും. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി, വലിയൊരു മണിമാളിക, അതിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. പിന്നെ AC റൂമിൽ തിരിയുന്ന കസാരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ജോലി, മാസാമാസം വേർക്കാതെ ശമ്പളം ഇങ്ങനെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുക. ഇത്രയും നല്ല സുഖമുള്ളൊരു ജോലി എവിടെ കിട്ടും വേലായുധേട്ടാ? രമേശ നീ എന്നെ ഒന്നൊന്ന് ഉള്ളിക്കേ. അയ്യോ നേരാണോ സ്വപ്നമാണോ എന്ന് നോക്കിയതാ. അത് ശരി, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും വേലായുധേട്ടന് ഇതുവരെ വിശ്വാസമായിട്ടില്ലേ? അല്ല അങ്ങനെയല്ല. എന്നാലേ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, വേലായുധേട്ടൻ അറിഞ്ഞിരിക്കുമല്ലേ ഈ സ്ഥലം എയർപോർട്ട് വരാൻ വേണ്ടി അക്വയർ ചെയ്തതാണെന്ന്? ഇതോ? അല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കേൾക്കി. നമുക്കിവിടെ ഒരു നല്ല എയർപോർട്ട് വരാൻ പോവുക. നാടിനൊരു വികസനമല്ലേ വേണ്ടത്? ഓ അത് ഒരു വികസനം വരുമ്പോ വേലായുധേട്ടനായിട്ട് അതിന് തടസ്സം നിന്നെന്ന് പറഞ്ഞാല് അത് എനിക്ക് സഹിക്കണ കാര്യാണോ? ഇല്ല. അല്ലല്ല. അപ്പൊ വേലായുധേട്ടൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ എയർപോർട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് ആരാ? ആരാണ്? ഇതാ ഈ സായിപ്പാണ്. ഈ സായിപ്പ് നമുക്കിവിടെ എയർപോർട്ട് ഉണ്ടാക്കി തരാന് വേലായുധേട്ടന് ഒരു ചെറിയ ഒരു ഒപ്പ് അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരു ഒപ്പുകൊണ്ട് നടക്കോ വേലായുധ? നടക്കൂന്നേ. വേലായിട്ടാ വേണ്ടട്ടോ, നമുക്ക് ഈ ചെറ്റക്കുടിലും ഈ സമാധാനവും സ്വസ്ഥതയൊക്കെ പോരെ വേലായിട്ടാ. വെറുതെ ഒരു ഒപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടി കളയണ്ട. എന്താണ് ദേവേർത്തിയെ ഇത്? ഒരു നല്ല കാര്യം വരുമ്പോ പിന്നിന്ന് വിളിക്കല്ലേ? അല്ല വേലായുധേട്ടാ, നിങ്ങൾ പറഞ്ഞേ, ഈ ചെറിയ ഒരു ഒപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നിങ്ങൾ ഒരു സംഗതി അറിയണ്ട. ആ പേപ്പർ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് ദേവേർത്തിയെ പിന്നിന്ന് വിളിക്കല്ലേ? ദേവി നമ്മുടെ രമേശനല്ലേ? നിങ്ങൾക്ക് ഇന്ന വിശ്വാസമില്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ നിങ്ങള്? ഈ ഒപ്പുങ്ങൾ ഇട്ടാണ് അത് തന്നെ. എടുക്കട്ടെ അങ്ങോട്ട്. ഓക്കെ. അപ്പൊ വേലായുധേട്ടാ, എല്ലാവിധ സന്തോഷങ്ങളും എന്റെ വക ഉണ്ട്. രമേശ ഏയ് നിങ്ങൾ ഒന്നോണ്ടും പേടിക്കണ്ടാന്നേ, ഞാനില്ലേ. ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ വേലായുധേട്ടാ കാര്യം? അന്ന് ആ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞല്ലേ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്. നിങ്ങൾ കണ്ടോ, ആ ചതുപ്പിലാണ്, ആ മുമ്പ് കാണുന്ന ചതുപ്പിലാണ് അവര് നമ്മളോട് താമസിക്കാൻ പറഞ്ഞത്. ഓരോട് പോയി ചോദിക്ക്, എവിടെ നമുക്കുള്ള ഫ്ലാറ്റ്, എവിടെ നമുക്കുള്ള ജോലി? പോയി ചോദിക്ക് വേലായുധേട്ടാ. ഞാൻ അന്നേ പറഞ്ഞില്ല വേലായുധേട്ടാ, അവര് നേതാക്കന്മാര് വിശക്കോളാണെങ്കിലും മധുരത്ത് പൊതിഞ്ഞെ തരുന്ന് പറഞ്ഞതല്ലേ വേലായുധേട്ടാ? നീ ഇങ്ങനെ കരയല്ലേ ദേവി, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവസാനം അവർ പറഞ്ഞ ആ ജോലിയിലെങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ കാതർക്കായും കൂട്ടി ഒന്ന് പോയി നോക്കട്ടെ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ കാതർക്ക, നമുക്കൊന്ന് പോയി നോക്കാം. ഇതിങ്ങനെ വിഷമിക്കല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. ആരാ? സാറേ, ഞങ്ങള്
ആ എയർപോർട്ടിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ആളുകളാ. ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. ആ ജോലി, ആ ഫയലും എടുത്ത്. പൈലറ്റിന്റെ വേക്കൻസി ആണുള്ളത്. പൈലറ്റോ? ആ, ഈ വിമാനം ഓടിക്കുന്ന പണി. അപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ പോയി നാട്ടുകാരെയൊക്കെ കണ്ട് വിമാനം ഓടിക്കാൻ അറിയാവുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ പൈലറ്റിന്റെ ജോലി. പൊക്കോളൂ പൊക്കോളൂ. ദേവി, നമുക്കെല്ലാവർക്കും ജോലിയുണ്ടടി. വിമാനം ഓടിക്കുന്ന ജോലിയാടി. ഇനി നമുക്ക് നാട്ടുകാരെ മുഴുവൻ വിമാനത്തിൽ ഇങ്ങനെ പറത്തി കളിക്കാം. വിമാനം ഓടിക്കുന്ന ജോലിയാ. ആ, ഫ്ലാറ്റ്. ദേവിയെ, നമുക്ക് വിമാനം ഓടിക്കുന്ന ജോലിയാടി. വിമാനം ഓടിക്കാൻ അറിയോ? വിമാനം ഓടിക്കാൻ അറിയോ? നിങ്ങൾക്കൊക്കെ ജോലി തരാം. വിമാനം ഓടിക്കുന്ന ജോലിയുണ്ട്. വിമാനം ഓടിക്കുന്ന നമ്മുടെ വീട് തിരിയുന്ന കസേര. ദേവി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയോ? ആർക്കെങ്കിലും വിമാനം ഓടിക്കാൻ അറിയോ? ആർക്കെങ്കിലും വിമാനം ഓടിക്കാൻ അറിയോ? വിമാനം ഓടിക്കാൻ അറിയോ? പ്രിയമുള്ളവരെ,